മുതലും സൃഷ്ടിച്ചെടുക്കുന്ന പ്രവർത്തനമാണ് ദേവയജ്ഞം. യജ്ഞം എന്ന് പറഞ്ഞാല് നമുക്കറിയാം, നമ്മളൊക്കെ പിതൃശക്തി ചെയ്യുന്നവരാണ് ആയിരിക്കാം. നമ്മുടെ അച്ഛനും പറഞ്ഞു ഫോട്ടോ എടുപ്പിക്കും ആചാര്യൻ, നമുക്ക് അറിവ് വരുന്ന ആചാര്യനെ ദേവനായിട്ടുള്ളത്. അമ്മയെ സാധാരണ നമ്മള് ദേവയജ്ഞത്തിലൂടെ ഈശ്വരനെയും പിതൃയജ്ഞമാണ്. നമ്മുടെ മുമ്പിലുള്ളതായ അച്ഛനും അമ്മയും ഗുരുവും ഒക്കെ ഈശ്വരനോ. നമ്മളോട് ഒരു അമ്മയ്ക്കും നമ്മളോട് കടമില്ല, കടമ മാത്രമേ ഉള്ളൂ. അമ്മമാർ കടമയാണ് വഹിക്കുന്നത്. അമ്മമാരോട് നമ്മൾ ഈശ്വര തുല്യായി കാണുന്നു. അമ്മയെയും അച്ഛനെയും ഗുരുവിനെയും അതിഥിദേവോ ഭവ എന്നുള്ളതായ സങ്കല്പം നമ്മള് അതിനുവേണ്ടി പറയുന്നു. പിതൃവിന് നമ്മള് പൂജ ചെയ്യണം. പിതൃവിന് പൂജ ചെയ്യാത്തവന് അവന് കാണാൻ മാറ്റാത്തവനാണ്. 7 തലമുറ വരെയുള്ളതായ പിതൃക്കളെ മനസ്സ് സ്മരിച്ചുകൊണ്ട് നാം പിതൃവിന് തർപ്പണം ചെയ്യണം. പിതൃവിന് അരയറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തോട് നമുക്കുള്ളതായ കടപ്പാട്. ഇതിനെയാണ് നമ്മള് അപ്പൊ നോക്കുമ്പോൾ എത്രമാത്രം ഉദാത്തമാണെന്ന്. നാം ചെയ്യുന്നതായ എല്ലാ കർമ്മങ്ങളെയും യജ്ഞമെന്ന് പറഞ്ഞാൽ ഈശ്വരാഭിമുഖമായി ഈശ്വര അർപ്പണമായി ചെയ്യുന്നതിനെയാണ് എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. അപ്പൊ അങ്ങനെ ചെയ്യുന്നതായ ജീവിതത്തിലെത്തുമെന്നും പറഞ്ഞുകൊണ്ട് ഏറ്റവും അവസാനമായി 5ാമത്തെ യജ്ഞമായിട്ട് അവനെ ഓർമ്മിപ്പിച്ചത് ഭൂതയജ്ഞം. പഞ്ചമഹായജ്ഞങ്ങളിൽ 5ാമത്തെ ഘടകമായ ഭൂതയജ്ഞം എന്ന് പറയുമ്പോൾ സർവ ചരാചരങ്ങളും പ്രകൃതിയുമാണ്. നമ്മുടെയും കണ്ണുകളിൽ കാണുന്നതെല്ലാം തന്നെ നമ്മൾ പഞ്ചഭൂതങ്ങളിൽ വിളിക്കുന്നതിലൊന്നാണ്. പ്രകൃതിയെ കാണുന്ന സർവ്വതിനെയും സംരക്ഷിക്കുക, പ്രകൃതിയോട് ഒട്ടി നിന്നുകൊണ്ട് ജീവിക്കുക, പ്രകൃതിക്ക് വേണ്ടി ജീവിക്കുക. ഇതൊക്കെ ഇന്ന് നാം നേരിടുന്നതായ നമ്മുടെ കൺമുമ്പിൽ കാണുന്നതായ എല്ലാ തരത്തിലുള്ളതായ അബദ്ധസഞ്ചാരങ്ങളുടെയും എല്ലാ ദുഷ്പ്രവർത്തികളുടെയും എല്ലാം തന്നെ മൂല കാരണം എവിടെയാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരികയാണ്. നമ്മുടെ ആശ്രമധർമ്മങ്ങളെയും നാം വിസ്മരിച്ചു എന്നുള്ളതാണ്. ധർമ്മം അനുഷ്ഠിക്കുന്ന ഗൃഹസ്ഥാശ്രമി അവന്റെ മകന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കും, അവന്റെ അച്ഛനമ്മമാരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കും. വേണ്ട, അതിനാണ് ഗുരുവിന് പറഞ്ഞത് ആശ്രമധർമ്മം അനുഷ്ഠിക്കണം മനുഷ്യനായ. ഇത് ശ്രദ്ധിക്കാതെ പോകുന്ന മനുഷ്യൻ മാത്രമേ ഉള്ളൂ. മറ്റ് ജീവജാലങ്ങള് അതിനെ മറ്റ് ഉപദ്രവമൊന്നും ഉണ്ടാകാൻ സംരക്ഷിച്ച് വളർത്തി പരിപാലിച്ച് അതിനെ തന്നെ പോലെയാക്കി വിടാൻ ഒരു പക്ഷിയെയും ആരും പഠിപ്പിക്കുന്നില്ല. തന്റെ കുഞ്ഞിന് പാല് കൊടുത്ത് വളർത്തണമെന്ന് പട്ടിയെയോ പൂച്ചയോ മനുഷ്യനാണ്. അതിനുവേണ്ടിയാണ് മനുഷ്യനെ ഈശ്വരൻ വിധികൾ കൽപ്പിച്ചത്, ആശ്രമങ്ങൾ കൽപ്പിച്ചത്. എന്നതായ മനുഷ്യനെ മഹായജ്ഞങ്ങളിലൂടെ അവന്റെ വ്യക്തി അവരെങ്ങനെ ആയിരിക്കണം നമ്മൾ ഓർത്തു വയ്ക്കേ. ഒരു പക്ഷെങ്കിൽ ബ്രഹ്മയജ്ഞമോ അല്ലെങ്കിൽ മനുഷ്യനോട് തോന്നുമോ? അവന്റെ മക്കളെ പഠിപ്പിക്കാതിരിക്കാൻ അവന് തോന്നുമോ? അവന്റെ ഭാര്യയെ സംരക്ഷിക്കാതിരിക്കാൻ അവന് തോന്നുമോ? ഒരിക്കലും തോന്നുകയില്ല. പക്ഷെ ഈ തോന്നലുകൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ക്ഷേത്രങ്ങളിലും ഒക്കെ തന്നെ നടത്തുന്ന ഈ ചടങ്ങുകളിലും ഒക്കെ തന്നെ ഓരോ ചടങ്ങുകളിലും നമ്മൾ അപ്രമായിട്ട് ഈശ്വരാഭിമുഖമായി നമ്മൾ ദേവിയുടെ മുന്നിൽ ഈ പൊങ്കാല അർപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതായ ഉത്കർഷമാണ്. മനസ്സിന്റെ ഉത്കർഷമാണ് സമ്പൂർണ്ണ വ്യക്തിത്വത്തിനുടമയാക്കുന്നത്. നമ്മൾ നല്ലതെങ്കിൽ സമൂഹത്തിലെ മറ്റുള്ള ദുരിതങ്ങൾ എന്തെയും ദുരിതമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ പൂർണ്ണത എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവാവശിഷ്യത. എല്ലാത്തിലും പൂർണ്ണതയെ ദർശിക്കണം. ഈ അഗ്നിയിൽ നിന്ന് ഇപ്പൊ പൂജ ഇവിടെ എല്ലാം തന്നെ ആദ്യമേ തന്നെ ഭംഗിയായി കത്തിക്കണം. അതാണ് അതിൽ നിന്ന് എത്ര ലക്ഷക്കണക്കിന് എത്ര പതിനായിട്ടുള്ള ഇതിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള നിന്ന് എടുത്താൽ ഇതിൽ പൂർണ്ണം അവശേഷിക്കുന്ന അതാണ് നമ്മുടെ
പൊങ്കാലയിലും തീർത്ഥം തളിച്ച് പൊങ്കാല ദേവി സമർപ്പിക്കുന്നതാണ്. ഭക്തജനങ്ങൾ എല്ലാവരും അവരവരുടെ പൊങ്കാലക്കലങ്ങളുടെ സമീപം എത്തിനിരിക്കണമെന്ന് അറിയിക്കുകയാണ്. ലക്ഷ്മി നാരായണ, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ. രണ്ടു പേർക്കും വേണ്ട, ഈ പുള്ളിക്കും വേണ്ട, ആ പുള്ളിക്കൊന്നും കൊടുക്കുന്നില്ല, ഇയാൾക്കും വേണ്ട. പുള്ളിക്കൊന്നും കൊടുക്കുന്നില്ല. ലൈറ്റ് ഇടണം, വേറെ ഇരുട്ടാ ഇവിടെ. ദേവിക്ക് കൊണ്ട് സമർപ്പിക്കുക. ഇനി ഇത് കഴിഞ്ഞിട്ടേ അകത്ത് കയറി അത് കയറുന്ന ദേവിക്ക് സമർപ്പിക്കുക. നീ എന്റെ ഫോട്ടോ വരുമ്പോ മാറ്റി പിന്നല്ലേ ഇതങ്ങ് അടച്ചു വെച്ചിട്ടേ ഞാൻ അങ്ങോട്ടൊന്ന് പോകട്ടെ. അപ്പോഴത്തേക്ക്